സാംസ്കാരിക കേരളത്തിന്റെ മനസ്സിൽ തീരാമുറിവായി മാറിയ നടിയെ ആക്രമിച്ച കേസിൽ നീതി നിഷേധിക്കപ്പെട്ട അതിജീവിതയോടുള്ള ഐക്യദാർഢ്യം തെരുവിലേക്ക് പടരുന്ന കാഴ്ചക്കാണ് കേരളം ഇന്ന് സാക്ഷിയായത്. വിധി വന്ന 48 മണിക്കൂറിന് ശേഷമാണ് നീതി നിഷേധിച്ചതിനെതിരെ തെരുവിലും പ്രതിഷേധം തുടങ്ങിയത്. തിരുവനന്തപുരം മാനവീയം വീഥിയിലും കോഴിക്കോട്ടെ മിഠായി തെരുവിലുമാണ് അവൾ ഒറ്റയ്ക്കല്ലെന്നും കൂടെയുണ്ടെന്നും ഉറച്ച ശബ്ദവുമായി സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടിയത്. നടിയുടെ പോരാട്ടത്തിനൊപ്പം എന്നും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയവർ എല്ലാ സ്ത്രീകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങണമെന്നും ആഹ്വാനം ചെയ്തു. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ കേരളത്തിലെ തെരുവുകളെ തീപിടിപ്പിക്കുമെന്ന സൂചനകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സ്ത്രീകളുടെയും ജനങ്ങളുടെയും മനസ്സിൽ കൊട്ടേഷൻ വീരനെ എല്ലാവരും മനസ്സുകൊണ്ട് അപലപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോഴും ആരും കാണാറില്ല. ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നെങ്കിലും അന്നത്തേനേക്കാളും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശ്രമമാണത്. ശരിക്കും ഇത് ഇന്നലെ തന്നെ അത്രയും ശക്തമായി പ്രതിഷേധിക്കുന്ന സംഭവം. എല്ലാ സ്ത്രീകളടക്കം ശരിക്കും തെരുവിലിറങ്ങി പ്രതിഷേധിക്കണം. കാരണം സ്ത്രീകൾക്ക് എല്ലാവർക്കും ബാധിക്കുന്നൊരു സംഭവം. അത് എല്ലാവരും സ്റ്റക്കായി പോയ സംഭവം, ഷോക്കായി പോയ സംഭവമാണ്. എല്ലാ പെണ്ണുങ്ങളും തെരുവിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനിടെ നീതി അട്ടിമറിക്കപ്പെട്ടതാണെന്ന സൂചനകളെ ബലപ്പെടുത്തി പ്രഖ്യാപനത്തിന് 6 ദിവസം മുമ്പ് വിധിയിലെ ഉള്ളടക്കം ഊമക്കത്തായി ലഭിച്ചെന്ന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി വെളിപ്പെടുത്തി. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് സുഹൃത്തായ ഷെർലിയെ കൊണ്ട് വിധി തയ്യാറാക്കി ദിലീപിന്റെ സുഹൃത്തും പ്രതിയുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചെന്നാണ് കത്തിലെ ആരോപണം. കത്തിന്റെ പകർപ്പടക്കം നൽകി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഷേണായി പരാതിയും നൽകി. എന്നാൽ ജഡ്ജിമാർക്ക് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിശ്വാസ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷക അസോസിയേഷൻ ഷേണായിയെ തള്ളി രംഗത്തെത്തി. വിധിയുടെ മറപറ്റി സിനിമാ ലോകത്തെ തന്റെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തുകയാണ് ദിലീപ്. ഭാഗ്യലക്ഷ്മി രാജിവെച്ച് പ്രതിഷേധം അറിയിച്ചിട്ടും ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഫെഫ്ക. കത്ത് നൽകിയാലുടൻ തിരിച്ചെടുക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും നീക്കം. അതേസമയം 12-ന് വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ അപ്പീലിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രോസിക്യൂഷൻ. വിധിയിലെ പാളിച്ചകൾ അക്കമിട്ട് നിരത്തി മേൽക്കോടതികളിൽ നിന്നും നീതി ലഭ്യമാക്കാനാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. അതിജീവിതയ്ക്ക് അർദ്ധനീതി മാത്രമോ?